ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റ് കീറിപ്പോകുന്നതിന് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നൈസായിട്ടുള്ള തുണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിന് സാധനം ഈട് കിട്ടും. അതിനായിട്ട് നമുക്കൊരു നീളത്തിലുള്ള തുണി എടുത്തിട്ട് ഇതേപോലെ മടക്കി സൈഡിൽ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ട് സൈഡിലേക്കുള്ള സ്ലിറ്റിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ പീസ് എടുത്തിട്ട് നമ്മൾ സൈഡ് സ്ലിറ്റ് മടക്കി തയ്ക്കില്ലേ, ആ വശത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിടുമല്ലോ, സീം ഇടുമല്ലോ, നമ്മൾ അവിടെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കണം. അതിന് ഈ സ്ലിറ്റ് നമ്മൾ എവിടെ വെച്ച് തയ്ച്ച് നിർത്തിയോ ആ കറക്റ്റ് കോർണറിൽ തന്നെ വെക്കണം. അത് താഴത്തേക്ക് പോകാനോ മേലോട്ട് കയറി പോകാനോ പാടില്ലേ. ആ എൻഡിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതേപോലെ ഒരു വശം തയ്ച്ചെടുക്കുക. ഇനി മറ്റേ സൈഡും കൂടി ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് നമ്മൾ സൈഡ് അടിച്ച ആ ഭാഗം വരെ അതിനങ്ങോട്ടേക്ക് കയറി പോകാൻ പാടില്ല. ഇതേപോലെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കളയാം കേട്ടോ. ഇനി സാധാരണ നമ്മളെങ്ങനെ സ്ലിറ്റ് ചെയ്യുന്നോ അതേപോലെ സ്ലിറ്റ് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നൈറ്റി ബിറ്റ് കൊണ്ടാണ് ഈ ടോപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് കീറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ തുണികളിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ലൈനിങ് ഒന്നും വെക്കാതെ ചെയ്യുന്ന തുണികളിലെ സൈഡ് ഇതേപോലെ കറക്റ്റ് സ്കെയിൽ വെച്ച് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ വലിക്കാതെ സൈഡ് സ്ലിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുളിവില്ലാതെ നല്ല വൃത്തിക്ക് കെട്ടും കേട്ടോ. ആ ഭാഗം വരുമ്പം ഇതേപോലെ സാധാ സ്ലിറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ തയ്യലൊന്നും നമുക്ക് അപ്പുറത്തേക്ക് കാണുമില്ല. സാധാ ഒരു സ്ലിറ്റ് എങ്ങനെയാണോ അതേപോലെ നമുക്ക് ആ മറുഭാഗത്ത് കിട്ടുകയും ചെയ്യും. താഴെ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടോ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് സാധാ പോലെ തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. മറ്റേ പീസ് എടുത്തിട്ട് ഇതേപോലെ സൈഡിൽ വെച്ച് തയ്ക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മേലോട്ടേക്ക് പോകാനോ താഴേക്ക് പോകാനോ പാടില്ല. നമ്മൾ സൈഡിലെ സ്ലിറ്റിൻ്റെ തയ്യൽ എവിടെ അവസാനിച്ചോ അവിടെ തന്നെ നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതേപോലെ മറ്റേ വശവും ഇതേപോലെ ചെയ്തെടുക്കാം. അതായത് മറ്റേത് ചെയ്തതുപോലെ സാധാ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ തയ്ച്ചു കൊടുക്കുക. ഈ കുട്ടികളുള്ള സ്ത്രീകൾക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികൾ ബാക്കിൽ നിന്നൊക്കെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ സ്ലിറ്റ്, എനിക്കൊക്കെ അനുഭവമുള്ളതാണ്. ബാക്കിൽ നിന്ന് സ്ലിറ്റ് പിടിച്ച് വലിക്കുന്ന സമയത്ത് സ്ലിറ്റ് കീറിപ്പോവും. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് അധികം ആയിട്ടുണ്ടാവില്ല. ചില തുണികൾക്കൊക്കെ കട്ടി വളരെ കുറവായിരിക്കും. ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ നമ്മൾ സൈഡിൽ കൂടെ ഉള്ള തയ്യൽ കൊടുക്കുന്നില്ലെങ്കിൽ
സ്ലിറ്റിൻ്റെ അറ്റത്തൂടെയുള്ള സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ആ സ്ലിറ്റിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇത് ഞാൻ അജ്രക്ക് മാക്സി ബിറ്റിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് കോളർ നെക്കായിട്ട് ചെയ്ത കുർത്തിയാണ്. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ.